ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബ്രോക്കർ FXTM ബ്രോക്കറിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എങ്ങനെയാണ് വിഡ്രോവലും ഡെപ്പോസിറ്റും ചെയ്യുക എന്നത് നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു ബ്രോക്കറാണ്, ഒരു 2 വർഷത്തോളമായി യൂസ് ചെയ്യുന്ന മറ്റൊരു ബ്രോക്കറാണ് XNS. ഇതും എക്സിനിറ്റി ലിമിറ്റഡിൽ, FXTM ആണെങ്കിലും XNS ആണെങ്കിലും എക്സിനിറ്റി ലിമിറ്റഡിൽ കീഴിൽ വരുന്ന ബ്രോക്കേഴ്സ് ആണ്. അപ്പോൾ അതുപോലത്തെ ഒരു ബ്രോക്കർ തന്നെയാണ് XNS. നല്ലപോലെ വിശ്വസിക്കാൻ പറ്റിയ ഒരു ബ്രോക്കർ തന്നെയാണ്. XNSന്റെ റെഗുലേഷൻസിലേക്ക് വരികയാണെങ്കിൽ FSA റെഗുലേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ സർവീസ് അതോറിറ്റിയുടെ, അതുപോലെ FSC റെഗുലേഷൻ ഉണ്ട്, CBCS റെഗുലേഷൻ ഉണ്ട്, അതുപോലെ സൈപ്രസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ചിന്റെ സൈസെക് എന്ന് പറഞ്ഞിട്ടുള്ള റെഗുലേഷൻ ഉണ്ട്, FSCA റെഗുലേഷൻ ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ്സ് അതോറിറ്റി CMA റെഗുലേഷനും ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി ആയ FCA റെഗുലേഷൻസും, അതുപോലെ തന്നെ ജോർദാൻ സെക്യൂരിറ്റി കമ്മീഷന്റെ JSC റെഗുലേഷൻസും എല്ലാം ഉള്ള ഒരു ബ്രോക്കറാണ് XNS ബ്രോക്കർ എന്ന് പറയുന്നത്. ഇതിനും വിഡ്രോവലും ഡെപ്പോസിറ്റും ആണെങ്കിൽ യാതൊരു ഇഷ്യൂസും ഇല്ലാതെ നമുക്ക് കിട്ടും. ഇനി എന്തെങ്കിലുമൊക്കെ മുന്നേ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ടുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ അത് വേഗം തന്നെ അവർ പരിഹരിച്ച് തരുന്നതുമായിരിക്കും. ഈ XNSൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. XNSൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ലിങ്കാണ് ഈ ലിങ്ക്, അതായത് onexnstrack.net എന്നുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ രജിസ്റ്റർ ആൻഡ് സൈൻ ഇൻ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് രജിസ്റ്റർ എടുക്കാം. രജിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നമ്മൾ ആദ്യം തന്നെ കൺട്രി ഓഫ് റെസിഡൻസ്, എവിടെയാണോ നമ്മുടെ കൺട്രി അത് നമുക്ക് കൊടുക്കാം. എല്ലാ കൺട്രീസും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കൺട്രീസും ഉണ്ടാവും, അത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണോ ആ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന റൂൾസുകളുണ്ട്. 8 to 15 ക്യാരക്ടർ ആയിരിക്കണം, ഒരു അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റർ വേണം, അറ്റ്ലീസ്റ്റ് 1 നമ്പർ വേണം, സ്പെഷ്യൽ ക്യാരക്ടർ വേണം. ആ രീതിക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി എനിക്ക് ഈ ഒരു മെയിൽ ID അക്കൗണ്ട് ഉള്ളത് കൊണ്ട് അവിടെ അങ്ങനെ കാണിച്ചു. അതല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, കണ്ടോ, അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അക്കൗണ്ട് ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജാണ്. ഇത് XNSൻ്റെ തന്നെ ട്രേഡ് ചെയ്യാനുള്ള, XNSൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ XNSൻ്റെ തന്നെ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണിത്. ഈ ഏരിയ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും XNSൻ്റെ ടെർമിനലിൽ വന്നിട്ട് സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തിട്ട് നിങ്ങളുടെ മെയിൽ IDയും പാസ്വേഡും കൊടുത്തിട്ട് ജസ്റ്റ് സൈൻ ഇൻ ചെയ്യാം. ഇതാണ് നമ്മുടെ XNSൻ്റെ, അതായത് ബ്രോക്കറിൻ്റെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഇവിടെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്, റിയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണോ ഡെമോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ റിയൽ ആണെങ്കിൽ ജസ്റ്റ് റിയൽ എടുക്കുക. റിയൽ അക്കൗണ്ട് എടുത്തിട്ട് ഇവിടെ റിയൽ MT5 ബ്രോക്കറിൽ MT5ൽ ചെയ്യേണ്ട ഒരു റിയൽ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി കിടക്കുന്നുണ്ട്. നമുക്ക് ഇനി പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ന്യൂ അക്കൗണ്ട് കൊടുക്കാം. ഓപ്പൺ ന്യൂ അക്കൗണ്ട് കൊടുക്കുമ്പോൾ അത് ഓൾറെഡി അവിടെ ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ആയി കിടക്കുന്ന അക്കൗണ്ടാണ്. അതല്ലാതെ ഒരു ഓപ്പൺ ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ഓപ്പൺ ന്യൂ അക്കൗണ്ട് കൊടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ്, പ്രോ, റോസ്പ്രെഡ്, സീറോ, സ്റ്റാൻഡേർഡ്, സെൻഡ്, ഇത്രയും അക്കൗണ്ടുകളാണ് XNS തരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം $10 തൊട്ടിട്ടുണ്ട് ഡെപ്പോസിറ്റ്. സ്പ്രെഡ് 0.2 ആയിരിക്കും, കമ്മീഷനില്ല, എല്ലാം അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രോ അക്കൗണ്ടാണ് നോർമലി എടുക്കൽ, കാരണം അവിടെ 500 ആണ് മിനിമം. പക്ഷേ എന്താണ്, സ്പ്രെഡ് കുറവാണ്, അതുകൊണ്ട് പ്രോ അക്കൗണ്ട് എടുക്കാം. പക്ഷേ അതിന് കുറവ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് സ്റ്റാൻഡേർഡിലേക്ക് പോവാം. പിന്നെ റോ സ്പ്രെഡ് ഉണ്ട്, സ്പ്രെഡ് 0 ആണ്, പക്ഷേ കമ്മീഷൻ വരുന്ന രീതിയിലുള്ള അക്കൗണ്ട് ഉണ്ട്. പിന്നെ സീറോ അക്കൗണ്ട് ഉണ്ട്, അതായത് സ്പ്രെഡ് 0 ആണ്, ചെറിയൊരു കമ്മീഷനാണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ്.
കമ്മീഷൻ ജസ്റ്റ് 0.05 ഉള്ളൂ, സ്പ്രെഡ് 0 ആണ്. അതുപോലെ തന്നെ ഫ്രം 0 എന്നാണ്, എക്സാക്ട്ലി 0 എന്നല്ല, പക്ഷേ മിനിമം 500 ആണ്. ഇതാണ് ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് ബെസ്റ്റ് അക്കൗണ്ട്, അല്ലെങ്കിൽ പ്രോ അക്കൗണ്ട് ആണ് ബെസ്റ്റ്. അതായത് നിങ്ങൾക്ക് കമ്മീഷൻ ബേസ്ഡ് അല്ല, സ്പ്രെഡ് ബേസ്ഡ് മതിയെങ്കിൽ പ്രോ ആണ്. റോ സ്പ്രെഡിനെക്കാളും 0 അല്ലെങ്കിൽ പ്രോ പോവാം. ഇനി ചെറിയൊരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് പോവാം. പിന്നെ സെൻഡ് അക്കൗണ്ട് ഉണ്ട്. സെൻഡ് എന്ന് പറഞ്ഞാൽ അതും ചെറിയ എമൗണ്ട് ആണ്, പക്ഷേ ഇത് സെൻഡിലേക്ക് എനിക്ക് പലർക്കും അറിയാമായിരിക്കും. ഈ സെൻഡ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 10 എന്നുള്ളത് അതിൽ 10,000 എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ലോട്ടൊക്കെ എടുക്കാം. പക്ഷേ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പേഴ്സൻറ്റ്, അതായത് ഒരു ലോട്ട് എടുത്താലും അത് ഒരു ലോട്ടായിട്ടല്ല അവിടെ വരുന്നത്. നമുക്ക് ഒരു ലോട്ടിൽ $10 പ്രോഫിറ്റ് കിട്ടിയാൽ ജസ്റ്റ് 0.01, അതായത് $10 കണക്കിലാണ് അവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. 10 എന്ന് കാണിക്കും. ഇപ്പോൾ പ്രോഫിറ്റ് 1000 എന്ന് കാണിച്ചാലും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 10 ആയിരിക്കും. ആ രീതിയിൽ കാണിക്കുന്നതൊക്കെ കുറച്ചും കൂടി നമുക്ക് ട്രേഡ് ചെയ്യാൻ, 10 ട്രേഡ് ചെയ്യുന്നതിനേക്കാളും വലിയൊരു എമൗണ്ട് കാണുമ്പോൾ ആ രീതിക്ക് ട്രേഡ് ചെയ്യാനുള്ളൊരു ഈസിനെസ്സിന് വേണ്ടിയിട്ട്. സോ അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഏത് അക്കൗണ്ട് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കാം. റിയൽ ആണോ അതിൻ്റെ ഡെമോ ആണോ വേണമെന്ന് ചോദിക്കും. ഡെമോ വേണ്ടവർ ഡെമോ എടുക്കുക. ഡെമോ എടുത്തിട്ട് നമുക്ക് ലെവറേജ് സെലക്ട് ചെയ്യാം. ബാലൻസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാലൻസ് എത്രയാണോ അത് ഇഷ്ടമുള്ള ബാലൻസ് സെറ്റ് ചെയ്താൽ ഡെമോയിൽ ആ ബാലൻസ് സെറ്റാവും. അക്കൗണ്ടിന് ഒരു നിക്ക് നെയിമും പാസ്വേഡും കൊടുക്കാം. റിയൽ ആണെങ്കിലും സെയിം തന്നെയാണ്. അവിടെ ബാലൻസ് സെറ്റ് ചെയ്യേണ്ട, ബാക്കി ലെവറേജ് എടുക്കുക. 2000 ഒന്നും വേണ്ട, 1:400 എടുക്കാം. നിങ്ങൾക്ക് പേര്, എന്ത് പേര് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. അക്കൗണ്ടിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അക്കൗണ്ടിന് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് എടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ മൈ അക്കൗണ്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ക്രിയേറ്റ് ആയ അക്കൗണ്ട്സ് ഉണ്ടാവും. ഇപ്പോൾ ഇത് നേരത്തെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൻ്റെ കണ്ടോ സെർവർ MT5 റിയൽ 15 ആണ്. ലോഗിൻ ഐ ഡി ഇതാണ്. പാസ്വേഡ് നമ്മൾ കൊടുത്ത പാസ്വേഡ് ആയിരിക്കും. അപ്പോൾ ആ പാസ്വേഡും ലോഗിൻ ഐ ഡിയും ഈ സെർവറും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് MT5ൻ്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. MT5ൽ പോയിട്ട് MT5ൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇനിയും നമുക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിലും ഇത് വീണ്ടും ഓപ്പൺ ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ഒരു ബ്രോക്കറിൽ തന്നെ, ഏത് ബ്രോക്കേഴ്സിലും, എല്ലാ ബ്രോക്കേഴ്സിലും ഒരു ബ്രോക്കറിൽ തന്നെ എത്ര അക്കൗണ്ട് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഡെപ്പോസിറ്റ്, വിഡ്രോവൽ എന്നൊക്കെ ഉള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ മുന്നേ FXTMന്റെ കാര്യം പറഞ്ഞതുപോലെ HNSലും സെയിം തന്നെയാണ്. ഏതൊരു ബ്രോക്കറിലും, ഏത് ബ്രോക്കർ ആവട്ടെ, നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. അതായത് നിങ്ങളുടെ ID കാർഡിൽ വരുന്ന അതേ നെയിമും അതേ അഡ്രസ്സും എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആണെങ്കിലും ഒന്നും മാറാതെ, മിസ്മാച്ച് ആവാതെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റും, ഏത് ഡോക്യുമെന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പാസ്പോർട്ട് ആണെങ്കിലും, നിങ്ങളുടെ ID കാർഡ്സ് ആണെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പോൾ എമിറേറ്റ്സ് ID, അങ്ങനെ ഏത് ഡോക്യുമെന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ മിസ്മാച്ച് ആവാതിരിക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലെ സെയിം ഡീറ്റെയിൽസ് തന്നെ നിങ്ങൾ കൊടുക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിഡ്രോവലും ഡെപ്പോസിറ്റും അതും ഭയങ്കര സിമ്പിളാണ്. സോ വിഡ്രോവലും ഡെപ്പോസിറ്റ് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. സോ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. മെസ്സഞ്ചറിലോ, ഇൻസ്റ്റയിലോ, വാട്സാപ്പിലോ, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.